നമസ്കാരം. എൻ്റെ ഈ ചാനലിലൂടെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി സ്റ്റോറി ആയിട്ടാണ്. ഇത് കേൾക്കുന്നവർക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ചുറ്റും നോക്കി ചിന്നുമുയൽ കാട്. ഈ കഥ ഒരു മനോഹരമായ കാട്ടിലാണ് നടക്കുന്നത്. മുയൽക്കുട്ടനായ ചിന്നുവാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ കഥ തുടങ്ങാം. കാട്ടിൽ മഴ പെയ്യാതെ പുഴകളെല്ലാം വറ്റിയിരിക്കുകയാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും കഴിക്കാൻ ഭക്ഷണവുമില്ല. തൻ്റെ കൂട്ടുകാർ വിശന്നിരിക്കുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ട ചിന്നുമുയൽ കാടിൻ്റെ അപ്പുറത്തുള്ള നീലമലയിലെ നിഗൂഢമായ മാന്തോപ്പിനെക്കുറിച്ച് കേൾക്കുന്നു. അവിടെ എപ്പോഴും പഴങ്ങളും ഉണ്ടാകുമത്രേ. അതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാർക്കായി ചിന്നുമുയൽ ഒറ്റയ്ക്ക് നീലമല ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നു. ചുറ്റും നോക്കി ചിന്നുമുയൽ കാട് വാടിപ്പുഴയും വറ്റി. കൂട്ടുകാരുടെ വിശപ്പകറ്റാൻ നീലമലയിലേക്ക് യാത്രയായി. പോകും വഴി ചിന്നുവിന് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു. ആകെ ഭയന്നു പോയ ആ പാവത്തിനടുത്തേക്ക് സഹായത്തിനെന്ന വേണം ഒരു ആമ എത്തുന്നു. ആ ആമ ചിന്നുവിൻ്റെ ആവശ്യം അറിഞ്ഞപ്പോൾ ആ വലിയ പുഴ കടക്കാനായി ചിന്നുവിനെ സഹായിക്കുന്നു. നീലമലയിലേക്ക് യാത്രയായി. വഴികാട്ടിയായി വയസ്സന്നാമ കൂടെ പോന്നു നല്ലൊരു കൂട്ടായി. ഒടുവിൽ ചിന്നു നീലമലയിലെത്തുന്നു. അവിടെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മാമ്പഴങ്ങൾ നിറഞ്ഞ ഒരു വലിയ മരം. പക്ഷെ ആ മരം കാക്കുന്നത് ഒരു വലിയ മൂങ്ങയാണ്. ആ മരത്തിൻ്റെ കാവൽക്കാരനാണ് ആ മൂങ്ങ. ആ മൂങ്ങയ്ക്ക് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാർത്ഥതയില്ലാത്ത ഒരു മൃഗത്തിന് മാത്രമേ ഈ മാമ്പഴം കൊണ്ടുപോകാൻ കഴിയൂ. ചിന്നു തൻ്റെ കാട്ടിലെ തൻ്റെ കൂട്ടുകാരുടെയും അവസ്ഥ ആ മൂങ്ങയോട് പറയുന്നു. അത് കേൾക്കുന്ന മൂങ്ങ ചിന്നു തനിക്ക് വേണ്ടിയല്ല, തൻ്റെ വിശക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്ന മൂങ്ങ അവന് മാമ്പഴങ്ങൾ നൽകുന്നു. ചിന്നുവിന് ഒരുപാട് സന്തോഷമായി. ചിന്നു മാമ്പഴങ്ങളുമായി തിരികെ വരുന്നു. അവൻ അത് ഒറ്റയ്ക്ക് കഴിക്കാതെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പങ്കുവെച്ച് നൽകുന്നു. ആ മാമ്പഴത്തിൻ്റെ വിത്തുകൾ കാട്ടിൽ പലയിടത്തായി മുളയ്ക്കുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാട് വീണ്ടും പച്ചപ്പുള്ളതാവുകയും ചെയ്യുന്നു. ചുറ്റും നോക്കി ചിന്നുമുയൽ കാട് വാടിപ്പുഴയും വറ്റി. കൂട്ടുകാരുടെ വിശപ്പകറ്റാൻ നീലമലയിലേക്ക് യാത്രയായി. വഴികാട്ടിയായി വയസ്സന്നാമ കൂടെ പോന്നു നല്ലൊരു കൂട്ടായി. അവിടെയെത്തി അത്ഭുത മാമ്പഴം സ്വർണ്ണ നിറത്തിൽ കണ്ടാൽ കൗതുകം. പങ്കിട്ടെളിയിട്ടോൾ സന്തോഷം നൽകി നമ്മുടെ ചിന്നു മുയൽക്കുട്ടൻ.